ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. വളരെ ഡ്രൈ ആയിട്ടുള്ള സ്പ്ലിറ്റൻസ് ഒക്കെയുള്ള ഫ്രിസി ഹെയറിന് പറ്റിയൊരു ട്രീറ്റ്മെൻ്റ് ആണിത്. 100% നാച്ചുറലായിട്ട് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാവുന്നതാണ്. ഞാനിവിടെ 4 ഹെയർ പാക്കുകളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ബനാന യോഗർട്ട് ഹണി പാക്കാണ്. ഈ പാക്കിന് വേണ്ടി നന്നായി പഴുത്ത പഴം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പിന്നെ ഈ പാക്കിന് വേണ്ടി തേനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ അരച്ചു വെച്ച ബനാന പേസ്റ്റ് തേനിലേക്ക് ആഡ് ചെയ്യാം. കൂടാതെ തൈര് കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഈ പാക്ക് മുടിയിൽ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം നന്നായി സ്കാൽപ്പ് മുതൽ അറ്റം വരെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. അടുത്തത് ബനാന കോക്കനട്ട് ഓയിൽ പാക്കാണ്. ഈ പാക്കിന് വേണ്ടി കോക്കനട്ട് ഓയിൽ ബനാന പേസ്റ്റിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് മുടിയിൽ നന്നായി ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം സ്കാൽപ്പ് മുതൽ അറ്റം വരെ തേച്ച് പിടിപ്പിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. അടുത്തത് ആലോവേര ജെൽ കോക്കനട്ട് മിൽക്ക് പാക്കാണ്. ഇതിനു വേണ്ടി ഫ്രഷ് ആലോവേര ജെൽ അതിൻ്റെ യെല്ലോ ലിക്വിഡൊക്കെ കഴുകിക്കളഞ്ഞ് എടുക്കാം. കൂടാതെ കോക്കനട്ട് മിൽക്ക് കൂടി ഇതിന് ആവശ്യമാണ്. കോക്കനട്ട് മിൽക്കും ആലോവേര ജെല്ലും കൂടി നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ പാക്ക് മുടിയിൽ നന്നായി ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം
സ്കാൽപ്പ് മുതൽ അറ്റം വരെ തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. അടുത്തത് എഗ് യോക്ക് വാട്ടർ പാക്കാണ്. ഇതിനു വേണ്ടി മുട്ടയുടെ മഞ്ഞ മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് അതിൻ്റെ അതേ അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പാക്ക് മുടിയിൽ നന്നായി ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം സ്കാൽപ്പ് മുതൽ അറ്റം വരെ തേച്ച് പിടിപ്പിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.